ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അതേപോലെ കൂണും. അരിപ്പൊടി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. നൈസ് അരിപ്പൊടി, പത്തിരിക്കെല്ലാം എടുക്കുന്ന അരിപ്പൊടി, അല്ലെങ്കിൽ ഇടിയപ്പം ഇതിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. കൂണ് വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കൂണിനെ കഴുകിയെടുക്കണം. മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. ഇനി അതിനെ ഞാൻ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് മുറിച്ചിട്ടിട്ടുള്ളത്. ഇനി ഇതിനെ നല്ലപോലെ പിഴിഞ്ഞിട്ട് എടുക്കണം, വെള്ളമെല്ലാം കളഞ്ഞിട്ട്. വെള്ളത്തോടുക്കനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേവിയിൽ ഒത്തിരി വെള്ളമായി പോവും. അതുകൊണ്ടാണ് പിഴിഞ്ഞിട്ട് എടുക്കാൻ പറയുന്നത്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ മുറിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അരിപ്പൊടിയാണ് റെഡിയാക്കേണ്ടത്. നല്ല നൈസ് അരിപ്പൊടി തന്നെ നോക്കിയെടുക്കണം. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉള്ള അരിപ്പൊടി തന്നെ എടുക്കണം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ചെയ്യുന്നത് പോലെ. ഉപ്പ് നിങ്ങൾക്ക് അരിപ്പൊടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നല്ല പോലെ കുഴച്ചിട്ട് ഇളം ചൂടോടെ തന്നെ നല്ല പോലെ കുഴച്ചെടുക്കാം. ഞാനിതിൽ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റാണ്. എന്നിട്ട് ഇതിനെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ഇതേപോലെ ഒരു നെറ്റ് പോലത്തെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഇത് റെഡിയായി കിട്ടും. സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 വലിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചത്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നൈസാക്കിയിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ അളവ് കൂട്ടി കൊടുക്കണ്ട. ഒത്തിരി കണ്ട് കൂട്ടി കഴിഞ്ഞാലും മധുരമായി പോവും. ഇനി വന്നതിൽ നിന്ന് ഒരു പകുതി എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് അണ്ടിപ്പരിപ്പും തക്കാളിയൊക്കെ ചേർത്തിട്ട് അരയ്ക്കാനാണ്. ബാക്കി വരുന്നതിലേക്ക് കൂണിട്ട് കൊടുക്കാം. കൂണ് നല്ല പോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ കൂണ് ഇട്ട് കൊടുക്കണം. എങ്കിലേ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി വരുമ്പോൾ കൂണെല്ലാം കാണുള്ളൂ. അതേപോലെ കഴിക്കാനും കിട്ടും. വലിയ കഷ്ണങ്ങളാവുമ്പോൾ, ചെറിയ കഷ്ണങ്ങളാവുമ്പോൾ ഒത്തിരി കണ്ട് വെന്ത് അലുത്തു പോവും. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ അടച്ച് വയ്ക്കാം. പെട്ടെന്ന് വെന്ത് റെഡിയായി വരും. ഒത്തിരി വേവൊന്നുമില്ല കൂണിന്. അത് വെന്ത് റെഡിയായി വരുമ്പോഴത്തേന് നമുക്കിതെല്ലാം അരച്ചെടുക്കാം. ഒരു 10 അണ്ടിപ്പരിപ്പും നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വലിയ ഉള്ളി, ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. ഇത് കറി റെഡിയായി വരുന്നുണ്ട്. കൂണെല്ലാം വെന്തിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് കൂണെല്ലാം റെഡിയായി കിട്ടും. ഒത്തിരി വേവൊന്നുമില്ല കൂണിന്. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ഇട്ടിട്ട് തിളപ്പിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല. പകരമായിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനായിട്ട് നിങ്ങൾ പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ്. എൻ്റെ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ടാണ് 2 എണ്ണം ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള മാവിലെല്ലാം ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ബാലൻസ് ചെയ്ത് പോണ വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് മെത്തി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉലുവയില. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നത്. ഇതിൻ്റെ ശേഷം അതിലേക്ക് നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും പരസ്പരം ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തരിയുള്ള അരിപ്പൊടി എടുക്കരുത്. തരിയില്ലാത്ത തന്നെ നോക്കിയെടുക്കണം. നല്ല നൈസ് അരിപ്പൊടി തന്നെ എടുത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്.
എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ നല്ലപോലെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ വരുള്ളൂ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം ഇട്ടിട്ട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ കുറച്ച് ഉലുവയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിനെ പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. കാലത്തോ അല്ലെങ്കിൽ രാത്രിയിലോ ഉച്ചയ്ക്കോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.